ബി.ജെ.പിയിൽ നിന്ന് ബി ഗോപാലകൃഷ്ണൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, രാജ്ഭവനിൽ കൃഷി വകുപ്പ് നടത്താനിരുന്ന ഈ പരിസ്ഥിതി ദിന പരിപാടിയിലാണ് സർക്കാർ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. പ്രധാന ഹാളിൽ സ്ഥാപിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തെ ചൊല്ലിയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഉണ്ടായത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? നോക്കൂ, അത് ഭാരതമാതാവിന്റെ ചിത്രമാണ് എന്നാണല്ലോ നിങ്ങളും കൃഷിഭവനും ഗവൺമെന്റും പറയുന്നത്. ഭാരതമാതാവ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ലേ? ആ സങ്കല്പം എങ്ങനെയാണ് മതേതര വിരുദ്ധമാവുക? പിന്നെ എന്തു മാതാവെന്ന് വിളിക്കണം? നമ്മുടെ നാട് കൃഷിഭവൻ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കൃഷി എന്ന് പറയുന്നത് ഭൂമിയിലാണ്. ഭൂമി എന്ന് പറയുന്നത് ഭൂമാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ നാടിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ മതേതരത്വത്തിന്റെ പേരിൽ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? ഇതിന് എന്തും മതേതരത്വ വിരുദ്ധം. രാജ്യത്തെ ജനങ്ങൾ മുഴുവനും, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇത് അംഗീകരിക്കണ്ടേ? ഇതിലെന്തും മതം? ഇതിനകത്ത് ഒരു മതവും ഇല്ലല്ലോ. ഭാരതമാതാവ് എന്ന ഒരു സങ്കല്പത്തിൽ എവിടെയാ മതം? എന്താണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മതമുണ്ട് 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 എന്ന് ഇവർ പറയുന്നത്? എന്തർത്ഥത്തിലാണ്? പണ്ട് യോഗാസനം കൊണ്ടുവന്നു. യോഗാസനം യോഗ ഡേയില് ലോകം മുഴുവനും ആദരിച്ചു, ലോകം മുഴുവനും അംഗീകരിച്ചു, ലോകം മുഴുവനും അത് ആചരിച്ചുകൊണ്ട് യോഗ നടത്തി. ആ സമയത്ത് സൂര്യ നമസ്കാരത്തിൽ ഒരു മന്ത്രം ചൊല്ലി. ഉടനെ ആ മന്ത്രത്തില് മതേതരത്വം, മതം ആണ് ആ മന്ത്രം മതേതരത്വമല്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ ആളുകൾ കേരളത്തിലെ മന്ത്രിസഭ, മുൻ മന്ത്രിസഭ വല്ലാതെ ബഹളം വെച്ചു. ഇപ്പൊ എന്താ പിണറായി വിജയന്റെ വീട്ടിലെ സൂര്യ നമസ്കാരം മന്ത്രം ചൊല്ലിട്ട് എടുക്കുന്നത്? ഇതെന്തോന്ന്? ഇത് ഒരു തരത്തിലുള്ള ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടല്ലേ? RSS ഉപയോഗിക്കുന്ന ചിത്രമാണ് എന്നാണ് അവർ പറയുന്നത്. RSS 1925 ആരംഭിച്ചത്. 1925 RSS ആരംഭിക്കുന്നതിന് മുമ്പ് ബാലഗംഗാധര തിലകൻ ഭാരതത്തിന്റെ ചിത്രത്തെ, ഭാരതാംബയെ ഇങ്ങനെ തന്നെയാണ് കണ്ടത്. അല്ലാന്ന് ആര് പറഞ്ഞു? ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഭാരതം എന്ന വാക്കാണ് RSS ഉപയോഗിക്കുന്നത്. ഇന്ത്യ എന്ന വാക്ക് പൊതുവെ RSS ഉപയോഗിക്കാറില്ല. ഭാരതം എന്ന വാക്കാണ് ഉപയോഗിക്കാറ്. ഇവര് ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കില്ല. പിണറായി സർക്കാർ ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കില്ല. കാരണം അത് RSS ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? ഭാരതത്തെ ഒരു അമ്മയായി കാണുന്ന ഒരു സങ്കല്പം. ഇനിയിപ്പോ എന്ത് വേണം? ഭാരതത്തെ ഒരു പിച്ചച്ചട്ടി നിൽക്കുന്ന പിച്ചക്കാരിയായിട്ട് കാണിക്കണോ? അതാണോ ഇവരുടെ ആഗ്രഹം? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇവരുടെ മനസ്സിൽ ഒരു ഭാരതം എന്ന ഒരു സങ്കല്പം ഇല്ല. കാരണം ഇന്ത്യ എന്ന സങ്കല്പം ഇല്ലാത്തവരാണ് ഇവര്. കാരണം ഭാരതമില്ലാത്തവർ തുർക്കിയിലേക്ക് പോയപ്പോൾ താഷ്കന്റിൽ തടഞ്ഞു നിർത്തി MN റോയി ഇന്ത്യ ഇല്ലാത്തവരെ ഉണ്ടാക്കിയതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവർക്ക് ഇന്ത്യ എന്നൊരു സങ്കല്പമില്ല. ഇവർക്ക് ഭാരതം എന്നൊരു സങ്കല്പമില്ല. ഭാരതാംബ എന്ന് പറയുമ്പോൾ കാശ്മീരും പഞ്ചാബും ഡൽഹിയും ഹരിയാനയും ബംഗാളും കേരളവും എല്ലാം ആ ഭാരതമാതാവ് എന്ന് പറയുന്ന ചിത്രത്തിലുണ്ട്. അത് അംഗീകരിക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം ഭാരതത്തെ 17 രാജ്യമായി വിഭജിക്കണം എന്ന് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. അപ്പോൾ ഭാരതത്തെ 17 രാജ്യമായി വിഭജിക്കണം എന്ന് പറയുന്നവർ ഭാരതാംബയെ അംഗീകരിക്കാത്തത് സ്വാഭാവികമാണ്. ഇവരുടെ DNA പാകിസ്ഥാൻ DNA ആണ്. അതുകൊണ്ടാണ് അതിന്റെ കാരണം. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ വളരെ രാജ്യദ്രോഹപരമായ, രാജ്യവിരുദ്ധമായ, രാജ്യസ്നേഹത്തിനെതിരെ നിൽക്കുന്ന, ദേശീയതക്കെതിരെ നിൽക്കുന്ന ഒരു മനോഭാവമാണ്. ഈ രാജ്ഭവനിൽ ഈ ഭാരതാംബയുടെ ചിത്രം നേരത്തെ ഉള്ളതല്ലേ? അവിടുത്തെ നടുത്തളത്തിൽ ഈ ചിത്രമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? രാജ്യവിരുദ്ധതയുടെ സമീപനമാണ് കേരള സർക്കാർ, ഈ മന്ത്രിയും മന്ത്രിസഭയും നടപ്പാക്കിയത്. യാതൊരു സംശയവും. അതേപോലെ തന്നെയാണ്, അതായത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗവർണർ സർക്കാർ പോര്. അങ്ങനെ ഒരു വഴക്കിലേക്കൊക്കെ തന്നെ കടക്കാൻ വേണ്ടിയുള്ള ഒരു തീപ്പൊരി തന്നെയല്ലേ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത്? അതായത് നമ്മൾ ഈ എന്താ പറയാ, ഇലയെ ചവിട്ടി വഴക്കുണ്ടാക്കുക എന്ന് കേട്ടല്ലേ? ഇവർക്കെപ്പോഴും ഒരു കേന്ദ്ര വിരുദ്ധത കൊണ്ടുവരണം. ഇവർക്കെപ്പോഴും കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് പോകണം. കാരണം ഇവരുടെ കയ്യിലൊന്നുമില്ല. ഇവർ കടബാധ്യതയിൽ കടം മേടിച്ച് മുട്ടിച്ച് നശിപ്പിച്ച് നാണക്കല്ല് പിടിപ്പിച്ചു ഈ രാജ്യത്തെ, ഈ കേരളത്തെ. ഇവരുടെ കയ്യിലൊന്നുമില്ല. ഇവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തിൽ കേന്ദ്ര വിരുദ്ധത കൊണ്ടുവരണം. അതിന് ഇലയെ ചവിട്ടി വഴക്കുണ്ടാക്കാൻ, ഈ ഗവർണറാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ യാതൊരു താല്പര്യവുമില്ല.
അദ്ദേഹം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനെ കണ്ടിരുന്നു. വളരെ കോവിലായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ ഒരു രാജ്യസ്നേഹത്തിന് ഉതകുന്ന, അല്ലെങ്കിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഒരാൾ സംസാരിക്കാൻ രാജ്ഭവനിൽ വന്നപ്പോൾ RSSകാരനെ കൊണ്ടുവന്നു. ഈ പറയുന്നതിൽ എന്തർത്ഥമെന്ന്? ആ ഇരിക്കുന്ന മനുഷ്യൻ RSS അല്ലേന്ന്? ഈ ഗവർണർ RSS അല്ലേ? അപ്പം ഒരു കാര്യം ചെയ്യാൻ പറയാം, കേരള മന്ത്രിസഭയിൽ ഒരു പ്രമേയം പാസാൻ പറയാം, കേരളത്തിലേക്ക് വിടുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ RSS ഗവർണർമാർ വരാൻ പാടില്ല. പിന്നെ RSSനെ കേരളത്തിൽ നിരോധിക്കട്ടെ. ഇവര് നിരോധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ RSSനെ നിരോധിച്ചിട്ടുണ്ടോ ഇവര്? എന്ത് വിവരക്കേടാ പറയുന്നത്? S ഗുരുമൂർത്തി വന്നപ്പോ RSSകാരൻ വന്നിട്ട് ഒരു സ്പീച്ച് നടത്തി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നല്ലേ നമ്മൾ അറിയേണ്ടത്? RSSകാരനെ മറ്റേ ഗവർണർ വിളിച്ചു കൊണ്ടുവന്ന് ഒരു പരിപാടി പങ്കെടുപ്പിച്ചു. RSS ആണെന്ന് ഗവർണർ, RSS ആണെന്ന് രാഷ്ട്രപതി, RSS ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, RSS ആണ് ഇന്ത്യയിൽ ഏതാണ്ട് മുഴുവൻ മറ്റേ മുഖ്യമന്ത്രിമാരും. ഈ പിണറായി വിജയനും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവരൊക്കെ ഏത് ലോകത്താ? ഇവരെന്താ വിചാരിച്ചത്? നാളെ കേരളത്തിലെ ഈ പിണറായി ഇരിക്കുന്ന കസേരയിലും ഈ കൃഷിമന്ത്രി ഇരിക്കുന്ന കസേരയിലും RSSകാർ ഇരിക്കും, സംശയമൊന്നുമില്ല. സമയ പരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. വളരെ നന്ദിയുണ്ട് പ്രതികരണത്തിന്.